ഈശോയുടെ സ്നേഹത്തിൽ പ്രിയ സഹോദരീ സഹോദരന്മാരെ, പ്രാർത്ഥനാപൂർവം ഈ തിരുവചനം എന്ന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പരിശുദ്ധനായ സ്വർഗീയ പിതാവിൻ്റെ സ്നേഹം എല്ലായ്പ്പോഴും നമുക്ക് അനുഭവിക്കാൻ സാധിക്കട്ടെ. അവിടുത്തെ പ്രിയപുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ രക്ഷയുടെ അനുഭവത്തിൽ വളർന്നു വരുവാൻ നമുക്ക് സാധിക്കട്ടെ. അവിടുത്തെ പരിശുദ്ധാത്മാവിൽ നിറയുവാനും ആത്മാവിൻ്റെ വരദാന ഫലങ്ങൾ സമൃദ്ധമായി നമ്മളിൽ ഫലവത്താകുവാനും ഇടവരുത്തണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവചനത്തോട് എപ്പോഴും സമ്മതം കൊടുത്ത പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, ദൈവത്തിൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവത്തോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ മിഖായേലെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഗബ്രിയേലെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ റാഫായേലെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫ്രാൻസിസ് അസീസി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ക്ലാരയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ പാതിരി പിയോയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ അൽഫോൻസാമെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വാഴ്ത്തപ്പെട്ട റാണി മരിയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. വിശുദ്ധ പൗലോസ്ലീഹ കൊളോസ്യർക്കുള്ള ലേഖനത്തിലെ 3-ാം അധ്യായത്തിലെ 11-ാം തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്: പിന്നെയോ ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. നമ്മൾ ഓരോരുത്തരിലും എല്ലാവരിലുമുള്ള ഈ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എന്നെ ശ്രവിക്കുന്ന നിങ്ങളുടെ അടുക്കൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്നേഹത്തോടെ ആദരവോടെ നമുക്ക് പറയാം: ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ 44, 45, 46 തിരുവചനം നമുക്ക് വായിക്കാം. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്നവർ അത് മറച്ചു വയ്ക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്യുന്നു. വീണ്ടും സ്വർഗരാജ്യം നല്ല രത്നങ്ങൾ തേടുന്ന വ്യാപാരിക്ക് തുല്യം. അവൻ വിലയേറിയ ഒരു രത്നം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നു. ഈശോയുടെ പ്രധാനപ്പെട്ട പ്രബോധന വിഷയം ഇവിടെ കാണുന്നുണ്ട്. തനിക്കുള്ളതെല്ലാം വിറ്റ് ഏറ്റവും വിലയേറിയതായ എന്തോ ഒന്ന് സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന രണ്ടുപേരെ കുറിച്ചാണ് പറയുന്നത്. വയലിൽ ഒളിച്ചു വയ്ക്കപ്പെട്ടിരിക്കുന്ന നിധി കണ്ടെത്തുന്നവനും വില കൂടിയ രക്തം കണ്ടെത്തുമ്പോൾ ആ രത്നവ്യാപാരി ബാക്കിയുള്ളതെല്ലാം വിൽക്കുന്നു. ഇങ്ങനെ മനുഷ്യജീവിതത്തിൽ ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള എന്തോ ഒന്നിനു വേണ്ടി ബാക്കിയെല്ലാം വേണ്ടെന്ന് വെക്കുക. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പലതും വേണ്ടെന്ന് വെക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ പിന്നിലുള്ളൊരു ചോദ്യം, ഏറ്റവും വിലയേറിയതിന് വേണ്ടിയാണോ നമ്മളിതെല്ലാം വേണ്ടെന്ന് വെക്കുന്നത്? ചില പരിത്യാഗങ്ങളും ചില കഷ്ടപ്പാടുകളും ചില ബുദ്ധിമുട്ടുകളും ചില വേദനകളൊക്കെ നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട്. അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതുണ്ട്, അറിഞ്ഞുകൊണ്ട് നമ്മൾ സ്വീകരിക്കുന്നുമുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ അനുഭവിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇനി അറിഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നതും അറിഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നതും ഈ വിലപിടിപ്പുണ്ട് എന്ന് പറയുന്ന ഈശോ പറയുന്ന ഈ ദൈവരാജ്യത്തിന് വേണ്ടിയാണ്. ഈശോയുടെ ഹൃദയമാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. ഈശോ അതിനുവേണ്ടിയാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. ഈശോ അതിനുവേണ്ടിയാണ് ജീവിച്ചത്. ഈശോ അതിനുവേണ്ടിയാണ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത്. ഈശോ അതിനുവേണ്ടിയാണ് പീഡകൾ ഏറ്റെടുത്തത്. ഈശോ അതിനുവേണ്ടിയാണ് മരിച്ചത്. ഈശോ അതിനുവേണ്ടിയാണ് ഉത്ഥാനം ചെയ്തത്. ഈശോ അതിനുവേണ്ടിയാണ് വീണ്ടും വരാൻ പോകുന്നത്, അവൻ രണ്ടാമത്തെ വരവ്. അതാണ് ദൈവരാജ്യം. ബൈബിളിൽ വേറെ ഒരു വാക്കും, പ്രത്യേകിച്ച് സുവിശേഷങ്ങളിൽ വേറെ ഒരു വാക്കും ഇത്രയും പ്രാവശ്യം ആവർത്തിക്കപ്പെട്ടിട്ടില്ല.
ദൈവരാജ്യം എന്ന വാക്ക് 35 പ്രാവശ്യവും സ്വർഗരാജ്യം എന്ന വാക്ക് 45 പ്രാവശ്യം, അങ്ങനെ 80 തവണയാണ് ഈശോ തന്നെ ഈ വാക്ക് ഉപയോഗിക്കുന്നത്. സ്നേഹമെന്ന വാക്ക് പോലും ഈശോ ഇത്രയും പ്രാവശ്യം ആവർത്തിക്കുന്നില്ല എന്നും കൂടെ നമ്മൾ ഓർക്കണം. അതുകൊണ്ട് ഈശോയുടെ ജീവിതത്തിൻ്റെ കാമ്പ് എന്ന് പറയുന്നത്, ഈശോയുടെ ജീവിതം മുഴുവനും എന്ന് പറയുന്നത് ഈ ദൈവരാജ്യം സംസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. ഈശോയുടെ പരസ്യജീവിതം ആരംഭിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രഘോഷണ ജീവിതം ആരംഭിക്കുമ്പോൾ, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ 1:14-15 നമ്മൾ വായിക്കുന്നുണ്ട്, യോഹന്നാൻ ബന്ധനസ്ഥനായപ്പോൾ ഈശോ ഗലീലയിലേക്ക് പിന്മാറി. അപ്പോൾ മുതൽ അവൻ പ്രസംഗിക്കാൻ ആരംഭിച്ചു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഈശോയുടെ വചനപ്രഘോഷണം ആരംഭിക്കുന്നത് ഈ ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടും ദൈവരാജ്യത്തിലേക്ക് നമ്മളെ ക്ഷണിച്ചുകൊണ്ടുമാണ്. രാജ്യമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു രാജാവ് ഭരിക്കുന്ന ഇടമാണ്. ഒരു രാജാവിന് കീഴിലുള്ള പ്രജകൾ, അതിൻ്റെ സംവിധാനങ്ങളെല്ലാം ചേർത്തിട്ടാണ് നമ്മൾ ഒരു രാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവരാജ്യം എന്ന് പറഞ്ഞാലോ ദൈവം ഭരിക്കുന്ന സാഹചര്യമാണ്, ദൈവം ഭരിക്കുന്ന പ്രജകളാണ്, ദൈവം ഭരിക്കുന്ന ദേശമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഭരണത്തിന് കീഴിലേക്ക് നമ്മളെ കൊണ്ടുവരിക. ഇന്ത്യയുടെ 75ാം സ്വാതന്ത്ര്യ ദിനമൊക്കെ നമ്മൾ സമുചിതമായി ആഘോഷിച്ചു. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ആ കാലത്തൊക്കെ 100 കണക്കിന് നാട്ടുരാജ്യങ്ങൾ, ഓരോ രാജ്യത്തിന് അതിൻ്റെതായ നിയമങ്ങൾ, അതിൻ്റെതായ ഭരണ സംവിധാനങ്ങൾ, ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഈ രാജ്യങ്ങളെ, നാട്ടുരാജ്യങ്ങളെ, കുട്ടിരാജ്യങ്ങളെല്ലാം യോജിപ്പിച്ച് യൂണിയനാക്കുക, ഒരു ഭരണത്തിന് കീഴെ കൊണ്ടുവരിക, പിന്നീട് ഒരു നിയമത്തിൻ്റെ കീഴെ അല്ലെങ്കിൽ ഒരു ഭരണഘടന കീഴെ കൊണ്ടുവന്നു. അപ്പം അങ്ങനെ ആ ഒരു ദേശത്തിന് വേണ്ടി, അതിന് കീഴിലുള്ള ആളുകൾക്ക് വേണ്ടി ഒരാൾ ഭരിക്കുന്നു. അപ്പം ഇവിടെയാണ് ദൈവരാജ്യം എന്ന് പറയുമ്പോൾ ഇത് തന്നെയുള്ള സംവിധാനമാണ്. അപ്പോൾ ദൈവമാണ് ഭരിക്കേണ്ടത്, ദൈവമാണ് നിയന്ത്രിക്കേണ്ടത്, ദൈവമാണ് രാജാവായി വാഴേണ്ടത്. അപ്പോൾ ഈശോ ഇത് ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുമ്പോൾ, ഈശോ ദൈവരാജ്യം കൊണ്ടുവന്ന് പറയുമ്പോൾ, ദൈവരാജ്യത്തിൽ നിന്നും ദൈവത്തിൻ്റെ ഭരണത്തിൽ നിന്നും മനുഷ്യൻ അകന്നുപോയി. ഉൽപ്പത്തിയിൽ നമ്മളത് കാണുന്നുണ്ട്. ദൈവിക സംവിധാനങ്ങളെയും ദൈവത്തിൻ്റെ ഭരണത്തെയും ചോദ്യം ചെയ്തുകൊണ്ട്, ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട്, ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, ദൈവത്തെ നിഷേധിച്ചുകൊണ്ട് കടന്നുപോയ മനുഷ്യൻ, അല്ലെങ്കിൽ ദൈവരാജ്യത്തിന് പുറത്താക്കപ്പെട്ട മനുഷ്യൻ, പർദീസിൽ നിന്ന് പുറത്താക്കപ്പെട്ട മനുഷ്യൻ, പിന്നെ അവൻ്റെ മേലുള്ള ഭരണം തിന്മയുടെ ഭരണമാണ്, അവൻ്റെ മേലുള്ള ഭരണം പാപത്തിൻ്റെ ഭരണമാണ്, അവനെ ഭരിക്കുന്നത് ദൈവമല്ല. അപ്പോൾ ദൈവത്തിൻ്റെ ഭരണം വീണ്ടും കൊണ്ടുവരുവാൻ, ദൈവത്തിൻ്റെ ഭരണത്തിന് കീഴിലേക്ക് മനുഷ്യരെ തിരികെ കൊണ്ടുവരാനാണ് ദൈവത്തിൻ്റെ ഇടപെടൽ ചരിത്രത്തിൽ പല രീതിയിലുണ്ടായിട്ടുള്ളത്. നേതാക്കന്മാരിലൂടെ, രാജാക്കന്മാരിലൂടെ, പുരോഹിതന്മാരിലൂടെ, പ്രവാചകന്മാരിലൂടെ എല്ലാം ദൈവം ഇടപെട്ടതും സംസാരിച്ചതും ഈ ഭരണത്തിന് കീഴിലേക്ക് നിങ്ങൾ വരിക എന്ന ഒറ്റ കാര്യമാണ്. ഹെബ്രായ ലേഖനത്തിൽ ആരംഭത്തിൽ തന്നെ പൂർവകാലങ്ങളിൽ പ്രവാചകന്മാരുടെ വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതിയിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചു. പിന്നെ 2ാമത്തെ വാക്യം പറയാണ്, എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരുന്നു. അവനെ അവിടുന്ന് സകലത്തിൻ്റെയും അവകാശിയായി നിയമിക്കുകയും അവൻ മുഖേന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ചെയ്തു. ഇനി തുടർന്ന് നമ്മൾ വായിക്കുകയാണ്, പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിച്ചതിന് ശേഷം അത്യുന്നതങ്ങളിലുള്ള മഹത്വത്തിൻ്റെ വലതുഭാഗത്ത് അവൻ ഉപവിഷ്ടനായി. അപ്പോൾ പാപങ്ങളിൽ നിന്നും, പാപത്തിൻ്റെ ഭരണത്തിൽ നിന്നും, പാപത്തിൻ്റെ നിയന്ത്രണത്തിൽ നിന്നും മനുഷ്യനെ മോചിപ്പിച്ച്, അതാണ് ഈശോയുടെ ദൗത്യം എന്ന് പറയുന്നത്. ഈശോയുടെ ജീവിതം, ഈശോയുടെ മരണം, ഉത്ഥാനമെല്ലാം ഈ ഒരു വിടുതലിൻ്റെ, വിമോചനത്തിൻ്റെ ദൗത്യ നിർവഹണമാണ്. ദൈവരാജ്യം ആരംഭിച്ചതിൻ്റെ, ദൈവരാജ്യത്തിൻ്റെ തുടക്കം കുറിച്ചതിൻ്റെ എല്ലാം അനുഭവമാണ് ഈശോയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഈശോ എവിടെയുണ്ടോ ദൈവരാജ്യമാണ്. ഈശോ ആരുടെ ജീവിതത്തിൽ കടന്നു വരുന്നു, അവർ ദൈവരാജ്യത്തിലാണ്. അതുകൊണ്ട് ഈശോയെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഈ ദൈവരാജ്യത്തിൻ്റെ അവകാശിയായി തീരുക എന്നുള്ളതാണ്. ഈ ദൈവരാജ്യ അനുഭവത്തിന് വേണ്ടി, ഈ ദൈവത്തിൻ്റെ ഭരണത്തിന് കീഴിലേക്ക് വരുവാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. പലപ്പോഴും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി ഒത്തിരി ത്യാഗം ചെയ്യുന്നവരാണ് നമ്മൾ. ഇപ്പോൾ പരീക്ഷ പാസ്സാകാൻ വേണ്ടി എത്ര കഷ്ടപ്പെട്ട് പഠിക്കുന്ന കുട്ടികൾ, ഗൗരവമായ ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവർ, അതുവരെ ടി വിയുടെ പുറകിലും മൊബൈലിൻ്റെയൊക്കെ അമിതമായ ഉപയോഗമുള്ളവരൊക്കെ അവർ അതെല്ലാം മാറ്റിവെച്ച്, മറ്റ് പല കാര്യങ്ങളും മാറ്റിവെച്ച്, മറ്റ് പല ആഘോഷങ്ങളും മാറ്റിവെച്ച് അവർ ആ പഠനത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്.
നമ്മൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഈ ദൈവാനുഭവത്തിന് വേണ്ടി നമ്മുടെ മേലുള്ള മറ്റ് ഭരണങ്ങളും നമ്മുടെ മേലുള്ള മറ്റ് നിയന്ത്രണങ്ങളും വിട്ടുപോകാൻ വേണ്ടി എന്ത് പരിത്യാഗമാണ് നമ്മൾ ചെയ്യാൻ തയ്യാറായിട്ടുള്ളത്? എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടെന്ന് വെക്കാൻ തയ്യാറായിട്ടുള്ളത്? അതുകൊണ്ടാണ് ഈ നിധി കണ്ടെത്തിയ മനുഷ്യനെ പോലെ, അല്ലെങ്കിൽ ഈ വയലിൽ ഒളിച്ചുവെട്ട വിലപിടിപ്പുള്ള നിധി കണ്ടെത്തിയ മനുഷ്യനെ പോലെ, അല്ലെങ്കിൽ രത്നം കണ്ടെത്തിയ മനുഷ്യനെ പോലെ ബാക്കിയെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാകുക എന്ന് പറയുന്നത്. നമുക്ക് ബാക്കിയെല്ലാം ഉപേക്ഷിക്കാനൊന്നും സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളും ചില കാര്യങ്ങളിലൊക്കെ അല്പസ്വല്പമൊക്കെ ക്രമീകരണമൊക്കെ ചെയ്യുന്നല്ലാതെ ഇതിൻ്റെ വില മനസ്സിലാക്കി, ഈ ഭരണത്തിൻ്റെ, ഈ ദൈവത്തിലായിരിക്കുന്നതിൻ്റെ ആനന്ദം മനസ്സിലാക്കി നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടില്ല. പൗലോസ്ലീഹ ലേഖനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. റോമാ ലേഖനത്തിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് അദ്ദേഹം പറയുന്നത്: ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. ഇതാണ് ദൈവരാജ്യം. അത് നമ്മൾ കാണുന്ന ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമല്ല. അതുകൊണ്ട് ഈശോ അവസാന ആ വിസ്താര വേളയിൽ പറയുന്നത്, എൻ്റെ രാജ്യം ഐഹികമല്ല, എൻ്റെ രാജ്യം ഇവിടെയല്ല. ഇവിടെ ആയിരുന്നെങ്കിൽ എന്നെ രക്ഷിക്കാൻ വേണ്ടി, ആ രാജ്യം സംരക്ഷിക്കാൻ വേണ്ടി 12 വ്യൂഹം മാലാഖമാരയക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഭൗതികതയുടെ തലത്തിലുള്ള ഒരു രാജ്യക്രമമല്ല ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ. പണ്ട് തന്നെ ചില തിയോളജിമാർ ഉപയോഗിക്കുക കോൺട്രാസ്റ്റ് സൊസൈറ്റി എന്നാണ്. ഇന്ന് നിലനിൽക്കുന്ന ചില സംവിധാനങ്ങളെയും നിയമരീതികളെയും ജീവിതശൈലികളെയും ആകെ മാറ്റിമറിച്ച് ദൈവത്തിൻ്റെ ഭരണത്തിന് കീഴെ ദൈവത്തിൻ്റെ നിയമത്തിന് പൂർണ്ണമായി വിധേയപ്പെട്ട് പോകുന്ന ഒരു ജീവിത സാഹചര്യമാണ്, ഒരു ജീവിത ക്രമീകരണമാണ് ഈ ദൈവരാജ്യം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൻ്റെ പൗലോസ് പറയുക, ഭക്ഷണപാനീയങ്ങളൊക്കെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി അല്ല ദൈവരാജ്യം ക്രമീകരിക്കപ്പെടുന്നത്. മറിച്ച് നിങ്ങൾക്ക് സന്തോഷം കിട്ടണം, മറിച്ച് നീതി ഉണ്ടാകണം, പിന്നെ സമാധാനം ഉണ്ടാകണം. അപ്പം നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ സമാധാനമുണ്ടെങ്കിൽ, നീതിയുടെ അനുഭവമുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ ആനന്ദം ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവരാജ്യ അനുഭവത്തിലാണ്. ഓരോ വ്യക്തിയും ദൈവരാജ്യ അനുഭവത്തിലേക്ക് പ്രവേശിക്കാം. ഓരോ കുടുംബവും ഈ ദൈവരാജ്യ അനുഭവത്തിലേക്ക് പ്രവേശിക്കാം. ഇങ്ങനെ നീതി സംരക്ഷിക്കപ്പെടുന്ന, ഇങ്ങനെ സമാധാനം നിലനിൽക്കുന്ന, ഈ പരിശുദ്ധാത്മാവുള്ള സന്തോഷം അനുഭവിക്കുന്ന വ്യക്തികൾ എവിടെയുണ്ടെങ്കിലും അത് ദൈവരാജ്യ ഭരണത്തിന് കീഴിലാണ്. ഇത് ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ 21-ാമത്തെ വാക്യത്തിൽ ഈശോ തന്നെ പറയാണ്, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. ബൈബിളിൽ അതിൻ്റെ താഴെ അതിൻ്റെ റെഫറൻസ് കൊടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ തന്നെയുണ്ട്. ഇപ്പം രണ്ടും ഒന്ന് തന്നെയാണ്. രണ്ടും ഒരേ അനുഭവത്തിൻ്റെ എക്സ്പാൻഷനാണ്. ദൈവരാജ്യം നമ്മൾ ഓരോരുത്തരും ഉള്ളിലുണ്ട്. അങ്ങനെ ദൈവരാജ്യ അനുഭവത്തിലുള്ളവർ ഒന്നിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ഇടയിലുണ്ട്. നമ്മുടെ ഇടയിലുള്ള, നമ്മുടെ കൂടെയുള്ള, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലുള്ള ഒരു ജീവിത അന്തസ്സാണ് ദൈവരാജ്യ അനുഭവം എന്ന് നമുക്ക് ഓർക്കാം. അപ്പം അതുകൊണ്ട് ഈ പാപത്തിൻ്റെ ഭരണം വിട്ട്, തിന്മയുടെ ഭരണം വിട്ട്, അതിന് അടിമത്തങ്ങളെല്ലാം മാറി ദൈവത്തിൻ്റെ ഒരു സംവിധാനത്തിലേക്ക് വരിക എന്നുള്ളതാണ്. അതിൻ്റെ പൂർണ്ണതയെക്കുറിച്ചാണ് വെളിപാടിൻ്റെ പുസ്തകത്തിൽ 21-ാം അധ്യായത്തിൽ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. ഇനി മരണമുണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. ഇനി ദുഃഖമുണ്ടാവില്ല, മുറവിളി ഉണ്ടാവില്ല, കണ്ണുനീരുണ്ടാവില്ല, വേദന ഉണ്ടാവില്ല, മരണം പോലും ഉണ്ടാവില്ല. ഈ ഒരു സാഹചര്യമാണ് ദൈവരാജ്യാനുഭവം എന്ന് പറയുന്നത്. ഈ മരണത്തിനും ദുഃഖത്തിനും കണ്ണുനീരിനും വേദനയ്ക്കും ഒക്കെയുള്ള ഒറ്റ കാരണം പാപം തന്നെയാണ്. പാപത്തിൻ്റെ ഭരണമാണ്, പാപത്തിൻ്റെ നിയന്ത്രണമാണ്. അതിൽ പെട്ടുപോകുന്ന മനുഷ്യൻ്റെ ജീവിതത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ ഈശോ പറയുകയാണ്, ഈ ഒരു ജീവിത സാഹചര്യങ്ങളെ, ഈ ഒരു അനുഭവത്തെ, പാപത്തിന് നമ്മുടെ മേലുള്ള സ്വാധീനത്തെ നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറാവുമ്പോൾ, തിന്മയ്ക്ക് നമ്മുടെ മേലുള്ള നിയന്ത്രണത്തെ നമ്മൾ വേണ്ടെന്ന് വെക്കാൻ സാധിക്കുമ്പോൾ, നമ്മൾ പറയുന്ന ബന്ധനം എന്ന് പറയാറുണ്ട്. പാപത്തിൻ്റെ ബന്ധനം, തിന്മയുടെ ബന്ധനം, അശുദ്ധിയുടെ ബന്ധനം. ഈ ബന്ധനങ്ങൾ കാരണമാണ് ഈ പറഞ്ഞ സഹനങ്ങളും ദുഃഖങ്ങളും വേദനകളും കണ്ണുനീരും പാപത്തിൻ്റെ ശമ്പളം എന്ന് വിളിക്കുന്ന മരണവും കടന്നു വരുന്നത്. ഇതിനെല്ലാം മറികടക്കുന്നതാണ് ദൈവരാജ്യത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയുടെ അവസ്ഥ, അനുഭവം എന്ന് പറയുന്നത്.
അപ്പോൾ ഈശോ ആ ഒരു അനുഭവത്തിലേക്കാണ്, ആ ഒരു അവസ്ഥയിലേക്കാണ് നമ്മളെല്ലാവരെയും ക്ഷണിച്ചത്. ദൈവരാജ്യം സംഭവിച്ചിരിക്കുന്നു, അനുദപിക്കുക. എന്തിനെക്കുറിച്ച് അനുദപിക്കേണ്ടത്? ഈ ദൈവരാജ്യത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്ന എല്ലാത്തിനെക്കുറിച്ചും. ഈ ദൈവരാജ്യത്തിലുള്ള ദൈവത്തിൻ്റെ ഭരണ സംവിധാനങ്ങളെ മറികടന്നുകൊണ്ട്, ദൈവത്തെ നിഷേധിച്ചുകൊണ്ട് ഉള്ള, ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള നമ്മുടെ എല്ലാ നിലപാടുകളിൽ നിന്നും മാറി ഈ ദൈവത്തിൻ്റെ കൃപയിലേക്ക് വരുവാനുള്ള ആഹ്വാനമാണ് ഈശോയുടെ വചനപ്രഘോഷണം എന്ന് പറയുന്നത്, ഈശോയുടെ പരസ്യജീവിതം എന്ന് പറയുന്നത്. അതിന് ഈശോ പറയാണ്, വില കൊടുക്കണം. ഓരോ വ്യക്തിയും വില കൊടുക്കണം. തനിക്ക് ഏറ്റവും പ്രിയമുണ്ടെന്ന് കരുതുന്നത്, തനിക്ക് ഏറ്റവും പ്രാധാന്യമുണ്ടെന്ന് കരുതുന്നത് വേണ്ടെന്ന് വെക്കുന്ന വ്യക്തിയാണ് ഇങ്ങനെ ദൈവരാജ്യത്തിൻ്റെ അവകാശികളായിട്ട് മാറുന്നത്. ഒരു വയലിൽ ഒളിച്ചു വച്ചിരിക്കുന്ന നിധി കണ്ടെത്തുമ്പോൾ അതിലെ സന്തോഷം കാരണം അത് മറച്ചുവെച്ച് തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വിലപിടിപ്പുള്ളതിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ഒരാളെ പോലെ, വില കൂടിയ രത്നം കാണുമ്പോൾ മറ്റുള്ളതെല്ലാം വിറ്റ് അത് സ്വന്തമാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു വ്യാപാരിയെ പോലെ, ദൈവരാജ്യത്തിന് വില കൊടുത്തുകൊണ്ട് ദൈവരാജ്യ അനുഭവത്തിൻ്റെ, ദൈവരാജ്യത്തിൻ്റെ അവകാശികളായി തീരാനാണ് ഈശോ നമ്മളെല്ലാവരെയും ക്ഷണിക്കുന്നത്. ഈശോയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, നമുക്ക് വേണമെങ്കിൽ ഇന്നത്തെ ഭാഷയിൽ ചങ്ക് എന്ന് പറയാം, നമ്മൾ ചങ്കാണെന്നൊക്കെ പറയാറുണ്ട്, അത്രയും ക്ലോസ് ആയിട്ടുള്ള, അത്രയും തൻ്റെ ജീവിതത്തോട് ആഴപ്പെട്ട് നിൽക്കുന്ന, തൻ്റെ ജീവിതം തന്നെ എന്ന് പറയുന്ന ആ ഒരു യാഥാർത്ഥ്യത്തെക്കുറിച്ച്, അതൊരു ഉട്ടോപ്യൻ സങ്കല്പമൊന്നുമല്ല, അത് ഒരിക്കലും സംഭവിക്കാത്ത കാര്യവുമല്ല. ഒരിക്കലും സംഭവിക്കാത്ത കാര്യത്തെക്കുറിച്ച് ഈശോയ്ക്ക് പറയേണ്ട ആവശ്യവുമില്ല. അങ്ങനെ ഒരിക്കലും സംഭവിക്കാത്ത, മനുഷ്യന് അനുഭവിക്കാൻ പറ്റാത്ത എന്തിനെക്കുറിച്ചെങ്കിലും ഇങ്ങനെ പറഞ്ഞ് മനുഷ്യനെ പ്രലോഭിപ്പിക്കുന്ന, മനുഷ്യനെ ആകർഷിക്കുന്ന തന്ത്രങ്ങളൊന്നും ഈശോയുടെ പ്രസംഗത്തിലോ ജീവിതത്തിലോ ഇല്ല. മറിച്ച് തൻ്റെ ജീവിതം എന്താണോ, താൻ എന്താണോ അനുഭവിച്ചിരിക്കുന്നത്, താൻ എന്തിനെക്കുറിച്ചാണ് സാക്ഷ്യപ്പെടുത്തുന്നത്, താൻ എന്താണ് കണ്ട് മനസ്സിലാക്കിയിരിക്കുന്നത്, ആ ദൈവരാജ്യത്തിൻ്റെ ആ സ്വർഗീയമായ സാന്നിധ്യത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും കടന്നു വരണം എന്നാണ് ഈശോ ആഗ്രഹിച്ചതും. അതുകൊണ്ട് ഈശോയുടെ അത്ഭുത പ്രവർത്തനങ്ങളും ഈശോയുടെ അടയാളങ്ങളും എല്ലാം ഈ ദൈവരാജ്യം സ്ഥാപിക്കാനുള്ള അവിടുത്തെ തീക്ഷ്ണമായ ആഗ്രഹത്തിൻ്റെ, പ്രവർത്തനത്തിൻ്റെ സൂചനകളായിരുന്നു. അതുകൊണ്ട് ഈശോ ഒരു രോഗിയെ സുഖപ്പെടുത്തുമ്പോൾ, ഒരു പിശാചബാധിനെ സുഖപ്പെടുത്തുമ്പോൾ ആളുകൾ അവനെക്കുറിച്ച് പറയുക, ബെൽസെബൂലിനെ കുറിച്ച് കൊണ്ട് അവൻ സുഖപ്പെടുത്തിയെന്നാണ്. ഈശോ തന്നെ ചോദിക്കുന്നുണ്ട്, ഞാൻ ബെൽസെബൂലിനെ കൊണ്ടാണ് സുഖപ്പെടുത്തിയെങ്കിൽ നിങ്ങൾ ആരെ കൊണ്ട് സുഖപ്പെടുത്താൻ പോവുക? നിങ്ങളുടെ മക്കൾ ആരെ കൊണ്ടാ സുഖപ്പെടുത്താൻ പോവുക? അന്ധചിത്രമുള്ളതെല്ലാം തകർക്കപ്പെടും. അതുകൊണ്ട് ഈശോ പറയുന്ന വാക്കിതാണ്, ദൈവ കരങ്ങൾ കൊണ്ടാണ്, ദൈവത്തിൻ്റെ വിരൽ കൊണ്ടാണ് ഞാൻ ഈ സുഖം നൽകിയെങ്കിൽ, സൗഖ്യപ്പെടുത്തിയെങ്കിൽ ദൈവരാജ്യം വന്നിരിക്കുന്നു. ഇപ്പം ദൈവത്തിൻ്റെ വിരലെന്ന് പറയുന്ന ഒരു പ്രയോഗം, അത് ദൈവത്തിൻ്റെ ആത്മാവിനെ സൂചിപ്പിക്കുന്നതാണ്, ദൈവത്തെ തന്നെ സൂചിപ്പിക്കുന്നതാണ്. ഇപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനെ കൊണ്ട്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ കൊണ്ട്, അല്ലെങ്കിൽ ദൈവത്തെ കൊണ്ടാണ് ഞാൻ ഈ അത്ഭുതം ചെയ്തതെങ്കിൽ, ഈ സൗഖ്യം കൊടുത്തതെങ്കിൽ ദൈവരാജ്യം വന്നിരിക്കുന്നു. അപ്പോൾ ഈശോ ഉപയോഗിക്കുന്ന അധികാരം മുഴുവനും ദൈവരാജ്യ അധികാരമാണ്. അത് തിന്മയുടെ അല്ലെങ്കിൽ പാപത്തിൻ്റെ അഥവാ പിശാചിൻ്റെ അധികാരത്തിന് വിരുദ്ധമായ കാര്യം തന്നെയാണ്. അതുകൊണ്ട് അവൻ്റെ ഭരണത്തിന് കീഴിലുള്ള, അവൻ്റെ നിയന്ത്രണത്തിന് കീഴിലുള്ള ഓരോ മനുഷ്യ വ്യക്തിയെയും ഈശോ തൻ്റെ ജീവൻ തന്നെ വില കൊടുത്ത് വീണ്ടെടുക്കുകയാണ് ചെയ്തത്. ആ വീണ്ടെടുക്കപ്പെട്ട ഇതിൻ്റെ അവകാശികളാകാനാണ് ഈശോ ക്ഷണിക്കുന്നത്. നിങ്ങൾ ദൈവരാജ്യത്തിലേക്ക് വരിക, ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് വരിക. അതിനുവേണ്ടി വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേണ്ടെന്ന് വെക്കേണ്ടി വന്നാലും, ഉപേക്ഷിക്കേണ്ടി വന്നാലും നഷ്ടമാകില്ല. ഇത് വലിയൊരു ലാഭം തന്നെയാണ്. ഇതാണ് മനുഷ്യൻ്റെ ജീവിതത്തിലെ യഥാർത്ഥ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പരിശുദ്ധാത്മാവിലുള്ള നിറവിൻ്റെയും അനുഭവം, ദൈവരാജ്യ അനുഭവം. നമ്മെ ഓരോരുത്തരെയും ഈശോ ക്ഷണിക്കുന്നത് അതിനുവേണ്ടിയാണ്. ഈശോ വന്നത് ഈ ദൈവരാജ്യം സ്ഥാപിക്കാനാണ്. ഈശോ പ്രവർത്തിച്ചത് ഈ ദൈവരാജ്യം സ്ഥാപിക്കാനാണ്. ഈശോ പീഡകൾ സഹിച്ചത് ഈ ദൈവരാജ്യം സ്ഥാപിക്കാനാണ്. ഈശോ മരിച്ചതും ഉദ്ധാനം ചെയ്തതും ഈ ദൈവരാജ്യം സ്ഥാപിക്കാനാണ്. ഈശോയുടെ രണ്ടാമത്തെ വരവ് ഈ ദൈവരാജ്യത്തിലുള്ള മഹത്വപൂർണമായ ആ സ്വീകാര്യത്തിന് വേണ്ടിയാണ്. നമുക്കതിനു വേണ്ടി ആഗ്രഹിക്കുക മാത്രമല്ല, പ്രാർത്ഥിക്കുക മാത്രമല്ല, ഈശോ പറഞ്ഞതുപോലെ ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കുവാൻ നമുക്ക് തീരുമാനിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.